പ്രകൃതി എത്ര മനോഹരമാണ്. ഓരോ പദവും പരസ്പരം ചേർന്നാൽ മാത്രം പൂർണ്ണമാകുന്ന കവിത പോലെ. നീയില്ലെങ്കിൽ ഞാനില്ല എന്ന തിരിച്ചറിവ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് പ്രകൃതിയിലേക്കാണ്. ദൈവം ഒരു ചിത്രകാരനെ പോലെയാവും ഭൂമിയെ സൃഷ്ടിച്ചത്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഓരോ നിറച്ചാർത്തിന് ശേഷവും അവൻ അതിനെ ആസ്വദിക്കുന്നത്. ഹാ, എത്ര മനോഹരം എന്ന് പറഞ്ഞ് ആനന്ദിക്കുന്നത്. എങ്കിലും തൃപ്തനാകാതെ ഏറെ വ്യസനിക്കുന്നത്. ഒടുവിൽ ആ ചിത്രത്തിനടിയിൽ തൻ്റെ കയ്യൊപ്പുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് പൂർണ്ണതയിൽ നിർവൃതി കൊള്ളുന്നത്. ഭൂമി എന്ന ഈ അതുല്യ സൃഷ്ടിയിൽ തന്നെ അന്നവും ഔഷധവും ആനന്ദവും അവൻ മനുഷ്യനായി ഒരുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങൾ തേടിയുള്ള ഓരോ യാത്രയും നമ്മുടെ തൊടിയിൽ തന്നെ അവസാനിക്കുമെന്നതാണ് സത്യം. നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ള തൊടിയിലെ സൗഖ്യത്തെ തിരിച്ചറിയുവാൻ നമുക്കും ശ്രമിക്കാം. പ്രഭാഷകൻ 38-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: കർത്താവ് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു, ബുദ്ധിയുള്ളവൻ അവയെ അവഗണിക്കുകയില്ല. ഔഷധ നിർമ്മാതാവ് അതുപയോഗിച്ച് മിശ്രിതമുണ്ടാക്കുന്നു, അവിടുത്തെ പ്രവൃത്തികൾക്ക് അന്തമില്ല. ഭൂമുഖത്ത് അവിടുന്ന് ആരോഗ്യം വ്യാപിപ്പിക്കുന്നു. ബൈബിളിൻ്റെ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം, ഈ ഭൂമുഖത്ത് ആരോഗ്യം വ്യാപിപ്പിക്കാനായിട്ട് ദൈവം നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് നമ്മുടെ ഔഷധ ചെടികളാണ്. നമുക്കൊരിക്കലും അതിനെ അവഗണിക്കാൻ പാടില്ല എന്ന് ഈ വചനത്തിലൂടെ ദൈവം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഔഷധ നിർമ്മാതാവ് അല്ലെങ്കിൽ വൈദ്യൻ അല്ലെങ്കിൽ ഡോക്ടർ അതുപയോഗിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള മിശ്രിതങ്ങൾ ഉണ്ടാക്കുന്നു. ആ മിശ്രിതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടുന്ന് ദൈവം ഭൂമിയിൽ ആരോഗ്യം വ്യാപിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു രോഗ ശുശ്രൂഷയുടെ വലിയൊരു ദൃഷ്ടാന്തം നമുക്ക് അവിടുന്ന് കാണാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ദൈവം നേരിട്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ദൈവം തൻ്റെ സിദ്ധികൾ വൈദ്യന് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു. അതിലൂടെയും ദൈവം മഹത്വപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ള ഔഷധങ്ങൾ മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരിക്കൽ ഞാൻ കേട്ടിട്ടുള്ളൊരു കഥയാണ്. ഒരിക്കൽ ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, അവരുടെ പഠനത്തിൻ്റെ കാലയളവിൻ്റെ അവസാന കാലഘട്ടത്തിൽ തൻ്റെ ശിഷ്യരോട് പറയുകയാണ്, നിങ്ങൾ ഇനി ചെയ്യേണ്ടത് നിങ്ങൾ വലിയൊരു പരീക്ഷണമാണ്. നിങ്ങൾ ഈ ഭൂമുഖത്തെല്ലാം പോയി ഒരു ഔഷധം അല്ലെങ്കിൽ ഒരു വസ്തു നിങ്ങൾ കണ്ടുപിടിക്കണം. അതിനൊരിക്കലും യാതൊരു തരത്തിലുള്ള രോഗവും മാറ്റാനുള്ള കഴിവ് ഉണ്ടാകാനായിട്ട് പാടില്ല. അങ്ങനെ ഭൂമുഖത്ത് ഔഷധയോഗ്യമില്ലാത്തൊരു വസ്തു കണ്ടുപിടിച്ച് വരാൻ വേണ്ടി തൻ്റെ ശിഷ്യരെ പല ഭാഗത്തേക്കും അയക്കുകയാണ്. പലരും അനേകം അലച്ചിലുകൾക്കൊടുവിൽ ചിലർ കരിങ്കല്ല് കൊണ്ടുവന്നു, ചിലർ വെറും പാഴ്ചെടികൾ കൊണ്ടുവന്നു, ചിലർ മരക്കഷ്ണങ്ങൾ കൊണ്ടുവന്നു. ഇങ്ങനെ പലരും പലത് കൊണ്ടുവന്നു. പക്ഷേ ഒരു ശിഷ്യന് മാത്രം എത്ര അന്വേഷിച്ചിട്ടും ഒരിക്കൽ പോലും ഒരു വസ്തുവിനെ പോലും ഔഷധമല്ലാത്തത് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. ഗുരു തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിട്ട് ആ ശിഷ്യനെ തിരഞ്ഞെടുക്കുകയാണ്. ആയുർവേദത്തിൽ പറയും ജഗത്യേവ അനൗഷധം. ഈ ഭൂമുഖത്തിലെ അനൗഷധമായിട്ട് ഒന്നുമില്ല, ഔഷധമല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്ന് ആയുർവേദം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വയ്ക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയിൽ ഒരു പദാർത്ഥം, ഒരു കരിങ്കല്ലാണെങ്കിലോ ഒരു മരക്കഷ്ണമാണെങ്കിലോ ഒന്നും ഔഷധയോഗ്യമല്ല. അതിനെ വൈദ്യൻ യുക്തിപൂർവ്വം ഉപയോഗിച്ചാൽ ഇതിനെയെല്ലാം ഔഷധമാക്കി മാറ്റാനുള്ള കഴിവ് ദൈവം ആ വസ്തുവിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനെ വളരെ യുക്തിപൂർവ്വം ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഈ ഒരു കഥയിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഒരിക്കൽ ഒരു അർദ്ധരാത്രി എനിക്കൊരു ഫോൺ വരികയാണ്. ഒരു സ്ത്രീ പറയാണ്, അമിതമായിട്ടുള്ള രക്തസ്രാവമാണ്, എന്ത് ചെയ്യണം എന്ന് ഡോക്ടറെ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ രക്തസ്രാവത്തിന് കൊടുക്കുന്ന മരുന്നുകൾ പറയുമ്പോൾ ആ രാത്രിയിൽ ആ സ്ത്രീക്ക് പോയി മേടിക്കാനോ അല്ലെങ്കിൽ കടകളൊന്നും തുറന്നിരിപ്പില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നിസ്സാരമായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എള്ളെണ്ണ നമ്മുടെ കയ്യിലുണ്ടോ? ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിൽ കുറച്ച് എള്ളെണ്ണ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞു, അതിൽ നിന്നും ഒരു 4 തുള്ളി എടുത്ത് മൂക്കിലൊറ്റിക്കുക, 2 മൂക്കിലും 4 തുള്ളി വീതം എള്ളെണ്ണ ഒറ്റിക്കാനായിട്ട് പറഞ്ഞു. ഈ എള്ളെണ്ണ ഒറ്റിച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ആ സ്ത്രീയുടെ ബ്ലീഡിങ് നിൽക്കുകയുണ്ടായത്. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, നമുക്ക് നിസ്സാരമായിട്ട് അത് വിളക്കിൽ ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിരുന്ന എണ്ണയാണ്
നമ്മളത് ഒരു വൈദ്യൻ യുക്തിപൂർവ്വം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അത് വലിയൊരു ആപത്തിനെ രക്ഷിക്കുന്ന വലിയൊരു ഔഷധമായിട്ടൊക്കെ മാറിയത്. ഈ ഒരു കഥകളിലൂടെയും ഈ ഒരു സംഭവത്തിലൂടെയൊക്കെ നമുക്ക് വ്യക്തമാവുകയാണ് ഈ പ്രകൃതിയിൽ ദൈവം സൃഷ്ടിച്ചിട്ടുള്ള പലതും, നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന പലതും വലിയ വലിയ രോഗങ്ങൾക്കുള്ള ഔഷധങ്ങളാണ്. ഈ ഒരു എപ്പിസോഡിൽ നാം ശംഖുപുഷ്പം എന്ന് പറയുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് ചിന്തിക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ പ്രത്യേകതകൾ, നമ്മുടെ ഈ ഒരു തൊടിയിലൊക്കെ ഒരുപാട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നൊരു ചെടിയാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത്. അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ഫീച്ചേഴ്സ് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതും അതിൻ്റെ വിവിധ തരത്തിലുള്ള ഔഷധ ഗുണങ്ങൾ ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലൊരു പ്രശ്നത്തിലേക്ക് ഈ ശംഖുപുഷ്പം എന്ന് പറയുന്ന ദൈവം വലിയൊരു നിധിയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഔഷധ ഗുണത്തെ എങ്ങനെ നമുക്ക് സ്വായത്തമാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ശംഖുപുഷ്പം എന്ന് പറയുന്ന ചെടി. ഇതിനെ നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണ്. നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്തും പറമ്പുകളിലൊക്കെ സമൃദ്ധമായിട്ട് വളരുന്നൊരു ചെടിയാണിത്. ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെല്ലാം വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണുന്നൊരു ചെടിയാണിത്. നമുക്കിതിൻ്റെ പൂവിൻ്റെ പ്രത്യേകത തന്നെയാണ് നമ്മളെല്ലാവരെയും ഇതിലേക്ക് ആകർഷിക്കുന്നൊരു ഘടകമെന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, നമ്മളിതൊരു പറമ്പുകളിൽ സമൃദ്ധമായിട്ട് വളരുന്നു. അതേപോലെ തന്നെ ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഒരു ആർച്ചായിട്ടും അല്ലെങ്കിൽ പൂന്തോട്ടങ്ങൾ, ഇപ്പോൾ ഇവിടെ തന്നെ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മളിത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചെടി ഇവിടെ വളർത്തിയിരിക്കുന്നത് തന്നെ. അപ്പോൾ ഇതിൻ്റെ പൂവിൻ്റെ പ്രത്യേകത നമുക്ക് കാണാം. ഒരുപാട് പേർക്ക് അറിയാതെ പോകുന്നുണ്ട്. ഇതൊരു വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണെന്നുള്ളത് പലരും തിരിച്ചറിയാതെ പോകുന്നുണ്ട്. വളരെയധികം ഒരു കാട് ചെടി പോലെ നമുക്ക് പലപ്പോഴും തോന്നിയ ആൾക്കാർ ഇത് വെട്ടി നശിപ്പിക്കാറുമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഇതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് എത്രയോ പറഞ്ഞാൽ തീരാത്ത അത്രയും ആവശ്യം. നമുക്ക് ഇത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നും, ഇത് ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്ന് തോന്നുന്ന അത്രമാത്രം ഔഷധ ഗുണങ്ങൾ ദൈവം ഇതിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നീല വെറൈറ്റിയിൽപ്പെട്ട ഒരു ശംഖുപുഷ്പമാണ്. ഇനി പ്രധാനമായിട്ടും കാണുന്ന ഒരു വൈറ്റ് ശംഖുപുഷ്പമാണ്. വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണുന്നത് രണ്ട് തരത്തിൽ, വെള്ളയും നീലയും. രണ്ട് തരത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിന് എങ്ങനെ നമുക്ക് പറമ്പിലൊക്കെ ഉണ്ടാകും? പൂവ് കണ്ടാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു പൂവിൻ്റെ സ്ട്രക്ചർ തന്നെ നമുക്ക് അറിയാം. ഒരു പ്രത്യേക രീതിയിൽ വളരെ കടും നീല നിറത്തിലൊക്കെയാണ്. അതിൻ്റെ നടുക്ക് വേറൊരു രണ്ട് പെറ്റൽസ് പോലെ നമുക്ക് കാണാനായിട്ട് ഈ ഒരു പൂവിൻ്റെ സ്ട്രക്ചറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കിതിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം. ഇതൊരു വള്ളിച്ചെടിയാണ്. നമുക്കിതിൻ്റെ കായകളെല്ലാം ഇവിടെ നമുക്ക് സമൃദ്ധമായിട്ട് ഇതൊരു വേറൊരു ചെടിയുമിലാണ് ഇത് പടർന്ന് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കായകൾ. ഈ ചെടിയുടെ പ്രത്യേകത നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദളങ്ങളിലും ഈ ഓപ്പോസിറ്റായിട്ട് ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നതായിട്ട് കാണാം. ഇങ്ങനെ ഇത്തരത്തിൽ 7 എണ്ണം അല്ലെങ്കിൽ 5 എണ്ണമൊക്കെയാണ് ഇതിൽ കാണുന്നത്. പലപ്പോഴും ഓൾട്ടർനേറ്റീവ് വേണം. ഒരിക്കലും ഒരു സൈഡിൽ ഈ ഇലകൾ വരികയാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ വരുന്നു. ഇങ്ങനെ രണ്ട് സൈഡുകളിൽ മാറി മാറിയാണ് ഇതിൻ്റെ കോമൺ ആയിട്ട് വരാറുള്ളത്. ഇതിൻ്റെ കായ് തന്നെ നോക്കുകയാണെങ്കിൽ ഇതാക്കിയാണ് അതിൻ്റെ ഒരു ഉണങ്ങിയൊരു കായ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള കുരുക്കൾ ഉണ്ടാവും. ഇതിൻ്റെ വിത്തുകൾ, ഈ വിത്തുകളാണ് നമ്മൾ പലപ്പോഴും തനിയെ പൊട്ടി നിലത്ത് വീണ് മുളച്ച് വീണ്ടും ചെടികളായിട്ടൊക്കെ വലുതാകുന്നത്. ഇതാണ് നമ്മളിപ്പോൾ കൂടുതൽ ആർക്കെങ്കിലും ശംഖുപുഷ്പം വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ വിത്തുകൾ ഒരു ചെടിയിൽ ഒരു വിത്ത് കിട്ടിയാൽ തന്നെ നമുക്ക് മുളപ്പിച്ചെടുക്കാം. നനഞ്ഞൊരു പ്രതലത്തിൽ വെച്ചുകൊണ്ട് നമുക്കിതിൻ്റെ തൈകൾ വളർത്തിയെടുക്കാവുന്നതാണ്. അതിൽ നിന്ന് പിന്നെ ഒരുപാട് ഉണ്ടാകും. നമുക്ക് പ്രത്യേകിച്ച് വലിയ സംരക്ഷണമൊന്നും ആവശ്യമില്ലാതെ എല്ലാ പ്രദേശത്തും ഒരേപോലെ വളരുന്നൊരു ചെടിയാണിത്. പിന്നെ അതുപോലെ തന്നെ വർഷക്കാലമെന്നോ മഴക്കാലമെന്നോ വ്യത്യാസമൊന്നും ഇല്ലാതെ എല്ലാ കാലഘട്ടത്തിലും ഒരേപോലെ ഒരു പുഷ്പങ്ങൾ ഉണ്ടാകുന്നതാണ് ഇതിൻ്റെ പുഷ്പങ്ങളുടെ പ്രത്യേകത തന്നെയാണ് ഇതിലേക്ക് ശംഖുപുഷ്പത്തിലേക്ക് ഒരു ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ പുഷ്പത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ് ആൾക്കാർ ഇത് ഉദ്യാനങ്ങളിലൊക്കെ വയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും ഇതിൻ്റെ ഒരു മാർക്കറ്റ് ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ശംഖുപുഷ്പം എന്ന് പറയുന്നതിന് തന്നെ ഇപ്പോൾ ആമസോൺ പോലെയുള്ള ഓൺലൈൻ മാർക്കറ്റുകളിലെല്ലാം ആയിരക്കണക്കിന് വിലയുണ്ട് ഇതിൻ്റെ പുഷ്പത്തിനും ചെടിക്കൊക്കെ. ആസ് എ ഡോക്ടർമാർ ലെവലിൽ നമ്മൾ ഒരുപാട് പൈസ കൊടുത്തിട്ടാണ് ഇതൊക്കെ മേടിക്കുന്നത്. പലപ്പോഴും രോഗികൾ ഇതൊക്കെ നമ്മൾ ഇത്തരം കാട് പോലെ വളർന്നു എന്നുള്ളത് കൊണ്ട് ഇത് വെട്ടിക്കളയുകയാണ്, തീരിടുകയാണൊക്കെ പതിവ്. അപ്പോൾ അത്രമാത്രം ഔഷധ ഗുണവും ഒരു പ്രാധാന്യമുള്ള ഒരു ചെടി തന്നെയാണ് ഈ ശംഖുപുഷ്പം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിൽ ഓരോരുത്തരുടെയും വീടുകളിൽ തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ്. അത് ഇനിയുള്ള സമയം നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലായാൽ നമ്മൾ ഇതിൻ്റെ ഒരു വിത്ത് സംഘടിപ്പിച്ച് നമ്മുടെ വീടുകളിലൊക്കെ വെക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ അടുത്ത വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ ശംഖുപുഷ്പം എന്ന് പറയുന്ന ആ ഒരു ചെടിയുടെ
വിവിധങ്ങളായിട്ടുള്ള ഒരു പ്രത്യേകതകളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുകയായിരുന്നു. നമ്മൾ കണ്ടു മനസ്സിലാക്കി അതിൻ്റെ എങ്ങനെയാണ് ആ ചെടി ഇരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പൂവിൻ്റെ പ്രത്യേകതകൾ, ആ ചെടിയെ നമ്മൾ തൊട്ട് മനസ്സിലാക്കുകയായിരുന്നു ഈ ഒരു സമയങ്ങളിൽ. ഈ നമ്മൾ ഇപ്പോൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഈ ശംഖുപുഷ്പം എന്ന് പറയുന്ന ഈ ഒരു ദിവ്യ ഔഷധം, ദേവകുസുമം എന്നൊക്കെയാണ് ഇതിലെ സംസ്കൃതത്തിൽ ഇത് പറയുന്ന ഒരു നാമധേയമൊക്കെ, ദേവകുസുമം, ദൈവത്തിൻ്റെ പുഷ്പം എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു വലിയ അർത്ഥമൊക്കെ ആയിട്ട് വരുന്നത്. ഈ ദേവകുസുമത്തെ നമുക്ക് ഇനിയിപ്പോൾ കൂടുതലായിട്ട് നമുക്ക് പരിചയപ്പെടാനായിട്ട് പോവുകയാണ്. എങ്ങനെയൊക്കെ നമുക്കിത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് ഇത് കൊണ്ടുവരാം. ഒന്നാമത് തന്നെ നമ്മൾ ഒരു ചെടിയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഓരോ വ്യക്തിക്കും ഓരോ പ്രത്യേകതയുള്ളതുപോലെ അവനൊരു മനുഷ്യനാണ് എന്ന് പറയുന്നൊരു സാമാന്യ ഒരു പ്രത്യേകതയുണ്ട്. അതിലുപരി തന്നെ ഒരു മനുഷ്യൻ എന്നുള്ളതിൽ കവിഞ്ഞ് അവനൊരു പ്രത്യേകതയുണ്ട്. ഓരോ വ്യക്തിയും പ്രത്യേകതയുള്ളവനാണ് ദൈവത്തിൻ്റെ കണ്ണിൽ. അതേപോലെ തന്നെയാണ് എല്ലാ ചെടികൾക്കും ദൈവം ഒരു ഔഷധ ഗുണം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒരു സാമാന്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അതിനെ ഒരു വിശേഷ ഗുണം എന്ന് പറയുന്ന ഒരു പ്രത്യേകതയും കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഒരു ചെടിയെ മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ വിശേഷ ഗുണം എന്താണ്, ഇതിൻ്റെ സാമാന്യ ഗുണം എന്താണ് എന്നുള്ള ലെവലിലാണ് നമ്മൾ ഓരോ ചെടികളെയൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഇതിൽ ശംഖുപുഷ്പം എന്ന് പറയുന്ന ഒരു ചെടിയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരിക, ഒരിക്കൽ പണ്ടൊരു വ്യക്തി മാനസിക ഒരു പ്രശ്നങ്ങളായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. ഈ വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ചെവിയിൽ എപ്പോഴും 2-3 വ്യക്തികൾ സംസാരിക്കുന്ന ആ ഒരു സ്വരം എപ്പോഴും ആ വ്യക്തിയുടെ ചെവിയിൽ ഇങ്ങനെ കേൾക്കാനായിട്ട് സാധിക്കും. ഇവരുടെ സംസാരം ചെവിയിൽ കേൾക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് തൻ്റെ ജോലി കാര്യങ്ങളിൽ മുഴുകാനായിട്ട് സാധിക്കുന്നില്ല, ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല, കുടുംബത്തിൽ നല്ല രീതിയിൽ പെരുമാറാനായിട്ട് സാധിക്കുന്നില്ല. ഇതാണ് ആ വ്യക്തിയുടെ പ്രോബ്ലം. നമുക്ക് സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ ഓഡിറ്ററി ഹാലൂസിനേഷൻ എന്ന് പറയും. ആരൊക്കെയോ ചെവിയിൽ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുക, അതിനോട് മറുപടി പറയാൻ തോന്നിക്കുക, അത് കേട്ട് ചിരിക്കുക, സെൽഫ് ലോഫിംഗ് എന്നൊക്കെ പറയും. നമ്മളൊരു സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന വലിയൊരു മാനസിക രോഗത്തിൻ്റെ ഒരു വലിയ ലക്ഷണമാണിത്. ഈ വ്യക്തി എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഈ വ്യക്തിക്ക് ഏത് ഔഷധം കൊടുക്കണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം കടന്നു വന്ന ഔഷധമാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത്. ശംഖുപുഷ്പം എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ വ്യക്തിയുടെ ഈ ഒരു പ്രോബ്ലം മാറ്റാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു ചിന്ത എനിക്ക് ആ സമയത്ത് വന്നു. ഈ ഒരു വ്യക്തിയെ നമ്മളന്ന് അഡ്മിറ്റാക്കി ചികിത്സിക്കുകയാണ് ഉണ്ടായത്. ഈ വ്യക്തിക്ക് നമ്മൾ ശംഖുപുഷ്പം കഷായം വെച്ച് 1-2 മെഡിസിൻസൊക്കെ ഉണ്ട്, ശംഖുപുഷ്പം മാത്രമല്ല ബാക്കി 2-3 മെഡിസിൻസൊക്കെ കഷായം വെച്ച് ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ വസ്തി എന്ന് പറയുന്ന ആയുർവേദത്തിലെ പഞ്ചകർമ്മ ചികിത്സയിൽപ്പെട്ട ഒരു ചികിത്സാ സമ്പ്രദായമുണ്ട്. ഈ വസ്തി എന്ന് പറയുന്ന ഒരു ചികിത്സ എന്ന് വെച്ച് പറഞ്ഞാൽ നമുക്ക് സാമാന്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക, നമ്മൾ മലദ്വാരത്തിലൂടെ ചെയ്യുന്ന ഒരു എനിമയുടെ ഒരു പ്രത്യേക ഒരു ശൈലിയിലാണ്. അത് കുറച്ചും കൂടി എനിമ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാക്കി മനസ്സിലാക്കുകയായിരിക്കും. ആയുർവേദത്തിലെ ഏറ്റവും വലിയ ചികിത്സയാണ് വസ്തി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിച്ചത് ഈ ശംഖുപുഷ്പത്തിൻ്റെ കഷായമാണ് ഈ വ്യക്തിയിൽ ഉപയോഗിച്ചത്. ഈ ശംഖുപുഷ്പത്തിൻ്റെ കഷായം വെച്ചുകൊണ്ട് ഈ വ്യക്തിയിൽ എനിമ ചെയ്തു. ഏതാണ്ട് ഒരു 10-30 ദിവസത്തോളം നമ്മൾ ഈ ഒരു എനിമ എന്ന് പറയുന്നൊരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് വേറെ ഒന്നും ചെയ്തില്ല. പ്രത്യേകിച്ച് ഈ ശംഖുപുഷ്പം വെച്ചുകൊണ്ടുള്ള ഇൻറ്റേർണൽ മെഡിസിനും ശംഖുപുഷ്പം വെച്ചുകൊണ്ടുള്ള വസ്തി എന്ന് പറയുന്നൊരു പ്രൊസീജിയറായിരുന്നു മെയിനായിട്ട് ചെയ്തിരുന്നത്. ഇതിൽ ഓരോ ദിവസം കഴിയും തോറും ഈ വ്യക്തിയുടെ ഈ ഹാലൂസിനേഷൻ കേൾക്കുന്നത് ഇങ്ങനെ മെല്ലെ മെല്ലെ കുറഞ്ഞു വരാനായിട്ട് തുടങ്ങി. അവസാനം 30ാമത്തെ ദിവസമായപ്പോഴേക്കും ആൾ കംപ്ലീറ്റ് ഫ്രീ ആയി. ആൾക്കുണ്ടായിരുന്ന സംശയരോഗം, ഡെലൂഷൻസ് എന്ന് പറയും, ഡെലൂഷൻസ് മാറി, ഹാലൂസിനേഷൻസ് മാറി. ഈ ഒരു ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു ശംഖുപുഷ്പത്തെക്കുറിച്ച് ഇത്രയും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരൊറ്റ ചെടിയുടെ ദൈവം നൽകിയിട്ടുള്ള വലിയൊരു ഔഷധ ഗുണമാണ് ഈ വ്യക്തിയെ രക്ഷിച്ചതും ഈ വ്യക്തിയുടെ കുടുംബത്തിലേക്ക് വലിയൊരു ആശ്വാസവും സമാധാനമൊക്കെ പകർന്നു കൊടുത്തത്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക, ശംഖുപുഷ്പം എന്ന് പറയുന്ന ഒരു ചെടി ഇത്രയും വലിയ മാനസിക രോഗത്തിലെ രാജാവ് എന്ന് പറയുന്ന സ്കിസോഫ്രീനിയെ മാറ്റാൻ പോലും ശക്തി നമ്മൾ വെറും ഒരു പാഴ്ചെടി എന്ന് കരുതുന്ന ഈ ശംഖുപുഷ്പത്തിന് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ശംഖുപുഷ്പം എന്ന് പറയുന്ന ഈ ഒരു ചെടിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് വരിക മാനസിക രോഗങ്ങളിൽ അല്ലെങ്കിൽ ബുദ്ധി കൂട്ടാനായിട്ട് തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ഏറ്റവും അധികം ശരിയാക്കുന്ന അല്ലെങ്കിൽ നന്നാക്കാനായിട്ട് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ ഒരു കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിപ്പിക്കാനായിട്ട് ദൈവം നൽകിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഔഷധമായിട്ടാണ് എനിക്ക് എപ്പോഴും ശംഖുപുഷ്പം എന്ന് പറയുന്ന ഒരു ചെടിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് ആദ്യം വരുന്നൊരു ചിത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ഏത് രോഗത്തിലേക്കും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ശംഖുപുഷ്പം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ചില ചെടികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സന്ധികളിലെ രോഗങ്ങൾ പെട്ടെന്ന് വരെ നമുക്കറിയാം, ചുവന്ന രക്ത പോലെയുള്ള മെഡിസിൻസ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സന്ധികളിലേക്കാണ് അതിൻ്റെ ആക്ഷൻ. എപ്പോഴൊക്കെ നമ്മൾ ശംഖുപുഷ്പം ഉപയോഗിക്കുന്നു ആ മെഡിസിൻ എപ്പോഴും അതിൻ്റെ കൂടെയുള്ള എല്ലാ മെഡിസിനെയും കൊണ്ട് തലയിലേക്ക് പോകും. ഊർജ്ജമായിട്ടാണ് അതിൻ്റെ ആക്ഷൻ എന്ന് പറയും.
തലയിലേക്കാണ് ചെടിയുടെ പ്രവർത്തനം കൂടുതലായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് തലച്ചോറുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വലിയൊരു എന്താ പറയുക റിസൾട്ട് നമുക്ക് ശംഖുപുഷ്പം കൊണ്ട് കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തലച്ചോറുമായി ബന്ധപ്പെട്ട മിക്ക രോഗങ്ങളും ഇപ്പോൾ നമുക്ക് വാർദ്ധക്യത്തിൽ വരുന്ന അൾഷൈമേഴ്സ്, പാർക്കിൻസൺസ് പോലെയുള്ള രോഗങ്ങളിൽ ഇവർ തലച്ചോറിൻ്റെ പ്രവർത്തനം മെമ്മറി കുറയുകയാണ്, അല്ലെ ഓർമ്മശക്തി വീണ്ടെടുക്കാൻ സാധിക്കാത്ത അൾഷൈമേഴ്സ് പോലെയുള്ള രോഗങ്ങളിൽ നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ സ്വരസം ഉപയോഗിക്കുക, അല്ലെങ്കിൽ ശംഖുപുഷ്പം ചേർത്ത് കഷായം ഉണ്ടാക്കിയിട്ട് അത് കുടിക്കുക. നമുക്കറിയാം ഒത്തിരി വീടുകളിൽ നിന്ന് ഓർമ്മക്കുറവുള്ള മാതാപിതാക്കന്മാർ നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ തൊടിയിൽ ഈ ശംഖുപുഷ്പം എന്ന് പറയുന്ന ഒരു ചെടിയും ഉണ്ടാകും. നമുക്കുള്ള രോഗത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രതിവിധിയായിട്ട് നമുക്ക് ഈ ഒരു ശംഖുപുഷ്പത്തെ കാണാം. നമുക്കിതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പ്രയോഗങ്ങളെക്കുറിച്ച് ഇനിയും നമുക്ക് പരിചയപ്പെടാം. എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, ഇതിൻ്റെ സ്വരസം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. നമ്മളിപ്പോൾ പറയുന്നത് ശംഖുപുഷ്പം നമ്മുടെ ശരീരത്തിലെ വിവിധങ്ങളായിട്ടുള്ള രോഗങ്ങളെ എങ്ങനെ മാറ്റുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഡിപ്രഷനായിട്ടൊരു വ്യക്തി ഇരിക്കുകയാണ്, ഒന്നും ചെയ്യാനായിട്ട് തോന്നുന്നില്ല. എനിക്ക് കാലത്ത് എഴുന്നേൽക്കും, ഡിപ്രഷൻ്റെ സ്വഭാവം നമുക്കറിയാമല്ലോ. കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഒരു മന്ദതയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ആകെ ഒരു വിഷമമാണ്. ഇത്തരക്കാരിൽ ഈ ശംഖുപുഷ്പം ഉപയോഗിക്കുമ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റർ ലെവലിൽ ഒത്തിരി ആക്ഷൻസ് വരുന്നതായിട്ട് ഒരുപാട് ഗവേഷണങ്ങൾ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ ഡിപ്രഷൻ പോലെയുള്ള അവസരങ്ങൾ ഇല്ലാത്ത ആരുമില്ല എന്ന് പറയും. ലോകത്തിലെ ഈ രണ്ടാമത്തെ ഏറ്റവും വലിയ രോഗമായിട്ടാണ് ഡിപ്രഷനെ കാണുന്നത്. ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന വലിയൊരു രോഗമായിട്ട് ഡിപ്രഷനെ കാണുന്നു. ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന ഈ രോഗത്തെ മാറ്റുവാനായിട്ട് നമുക്ക് ശംഖുപുഷ്പം ഉപയോഗിച്ചാൽ മതി. അതിൻ്റെ വിവിധ പ്രയോഗങ്ങൾ നമ്മൾ പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ കുട്ടികളിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഞാൻ ഒരു കഷായം ഉണ്ടാക്കുന്നുണ്ട് കുട്ടികളിൽ പഠനശക്തി വർദ്ധിക്കാനായിട്ട്. അത് നമ്മൾ രോഗികളതിനെ പലപ്പോഴും ബുദ്ധി കഷായം എന്ന് പറഞ്ഞൊക്കെ മേടിക്കാൻ വരാറുണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധി ഭയങ്കരമായിട്ട് കൂടും. തീരെ പഠിച്ചാൽ കിട്ടാത്ത കുട്ടിക്ക് ഈ ശംഖുപുഷ്പവും ഇതൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന ഈ ഒരു കഷായം കുടിക്കുകയാണെങ്കിൽ ഒരു 2-3 ആഴ്ച കൊണ്ട് തന്നെ കുട്ടിയുടെ പഠനശക്തി വർദ്ധിക്കുന്നു. ബിക്കോസ് ഇതിന് തലച്ചോറിനെ പ്രവർത്തിപ്പിക്കാനുള്ള കഴിവ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ കുട്ടികളിലെ പഠന വൈകല്യത്തെ തിരുത്താനായിട്ട്, പഠന വൈകല്യമുള്ള കുട്ടികൾ, നമുക്കറിയാം അക്ഷരങ്ങൾ മാറിപ്പോകുന്ന കുട്ടികളുണ്ട്. ഇവർക്ക് ആ അക്ഷരങ്ങളെ പ്രോസസ്സ് ചെയ്യുവാൻ, മനസ്സിലാക്കുവാൻ, മനസ്സിലേക്ക് ഗ്രഹിക്കുവാൻ സാധിക്കാതെ ഇരിക്കുമ്പോൾ നമുക്ക് ശംഖുപുഷ്പം കൊടുത്തു കഴിഞ്ഞാൽ, ശംഖുപുഷ്പം ചേർന്നുകൊണ്ടുള്ള പ്രയോഗങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളുടെ പഠനശക്തി, നമുക്കല്ല മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് തൻ്റെ മക്കൾ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ പഠിച്ചാൽ മനസ്സിലാകുന്നില്ല, എത്ര പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ശംഖുപുഷ്പം ചേർന്നുകൊണ്ടുള്ള ഒരുപാട് ഘൃതങ്ങൾ ഇന്ന് അവൈലബിൾ, നെയ്യുകൾ ഇന്ന് അവൈലബിളാണ്. ശംഖുപുഷ്പം ചേർന്നുള്ള ഒരുപാട് മെഡിസിൻസ് ഇന്ന് ഉണ്ട്. പക്ഷേ നമ്മളതൊന്നും പ്രയോഗത്തിൽ വരുത്തിയിരുന്നെങ്കിൽ, നമ്മളിന്നിപ്പോൾ ഒരുപാട് വേദനിക്കുന്ന ഈ ഒരു മക്കൾ പഠിക്കുന്നില്ല എന്ന് പറയുന്ന ഈ ഒരു പ്രശ്നത്തിന് ഏറ്റവും വലിയ ഒരു പരിഹാരമായിട്ട് നമുക്ക് ശംഖുപുഷ്പത്തെ മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ ചിലപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സവിശേഷ ഗുണം, അല്ലെ വിശേഷ ഗുണം എന്ന് പറയുന്ന ശംഖുപുഷ്പിയുടെ വിശേഷ ഗുണം എന്ന് പറയുന്നത് ബുദ്ധിപരമായിട്ടുള്ള അതിൻ്റെ പ്രത്യേകമായ കഴിവാണ്. ആയുർവേദത്തിൽ മേധി രസായനങ്ങൾ എന്ന് പറയും. ബുദ്ധി വർദ്ധിപ്പിക്കാനായിട്ട് 4 പ്രധാനപ്പെട്ട ഡ്രഗുകൾ പറയുന്നതിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രഗാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത്. അപ്പോൾ മേധി രസായനങ്ങളിൽ പെടുത്തിയ ആ ഒരു ഡ്രഗാണ് ഈ ശംഖുപുഷ്പം. അപ്പോൾ അതിൻ്റെ വിശേഷ ഗുണം എന്ന് പറയുന്നത് ബുദ്ധിശക്തിയെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഇനിയൊരു സാമാന്യ ഗുണങ്ങൾ, നമുക്കിപ്പോൾ ബുദ്ധിശക്തി നമുക്കെല്ലാം കുഴപ്പമില്ല, ഓർമ്മയുടെ പ്രശ്നങ്ങളില്ല, അപ്പോൾ നമുക്ക് ശംഖുപുഷ്പിയുടെ പ്രയോഗങ്ങൾ വേണ്ടേ എന്ന് ചോദിച്ചാൽ അവിടെയും നമുക്ക് സാമാന്യമായിട്ട് ഇതിനൊരുപാട് തരത്തിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എരിവുരസമുള്ള ഒരു മരുന്നാണ്. നമ്മൾ ഓരോ ചെടിക്കും ഓരോ തരത്തിൽ, ഇരട്ടിമധുരം എന്ന് പറയുമ്പോൾ അതൊരു മധുരരസവും ഉള്ള ഒരു മരുന്നാണ്. അതിന് എന്താ പറയുക, ഒരു ശരീരത്തെ പോഷിപ്പിക്കുന്ന ഒരിതാണ്, അൾസറുകൾ ഉണക്കുന്നതാണ്. അതേപോലെ തന്നെ അതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് എരിവുരസമാണ് ഈ ഒരു പ്രത്യേകത. അപ്പോൾ ഈ എരിവുരസം ഏതൊക്കെ രോഗങ്ങൾ മാറ്റുന്നു അതെല്ലാം ഇവിടെ ഈ ചെടിക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ബ്രെയിനിൽ തന്നെ പറയുകയാണ്, ബ്രെയിനിലൊരു ട്യൂമർ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ മാലിഗ്നൻ്റ് അല്ല, അതായത് ക്യാൻസറസ് അല്ലാത്തൊരു വെറും ഒരു ബിനൈൻ ട്യൂമർ എന്ന് പറയും. ബിനൈൻ ട്യൂമർ ആണെങ്കിൽ നമ്മുടെ തൊടിയിൽ ശംഖുപുഷ്പം ഉണ്ടെങ്കിൽ ഇതിൻ്റെ മരുന്ന് ഉള്ളിലേക്ക് കഴിക്കുകയോ അല്ലെങ്കിൽ ഇത് അരച്ച് മൂക്കിലിറ്റിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ട്യൂമർ സൈസിനെ റെഡ്യൂസ് ചെയ്യാൻ, ബിക്കോസ് ഇതിനെ ഇങ്ങനെ ഛേദിച്ച് കളയുവാനായിട്ട്, അതായത് വലിയൊരു ട്യൂമറിൻ്റെ സൈസിനെ ചെറുതാക്കാനായിട്ടുള്ള പ്രത്യേക ശക്തി ഈ ശംഖുപുഷ്പത്തിന് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ബ്രെയിനിലൊരു ട്യൂമർ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കതിനെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ അപസ്മാരത്തെ ഇല്ലാതാക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രോപ്പർട്ടി ഈ ഭാവപ്രകാശം പോലെയുള്ള വലിയ ആയുർവേദ ഡിക്ഷണറികളിൽ പറയുന്നുണ്ട്, അപസ്മാരത്തെ ഇല്ലാതാക്കാനായിട്ട്. അതായത് ഇപ്പോൾ നമ്മുടെ വീടുകളിൽ ഒരുപാട് പേർക്കുണ്ടതാണ് അപസ്മാരം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് പറയുന്നത്. ഈ ശംഖുപുഷ്പം നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ മൂക്കിലൊറ്റിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ അപസ്മാരത്തെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കുമെന്നൊരു സവിശേഷ ഗുണം ഈ ശംഖുപുഷ്പത്തെക്കുറിച്ച് പറയുമ്പോൾ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു സിനിമ ഗാനമുണ്ട്, ശംഖുപുഷ്പം കൊണ്ട് കണ്ണെഴുതുമ്പോൾ എന്ന് പറഞ്ഞ്, അല്ലേ? ശംഖുപുഷ്പം, ആ ഒരു ഗാനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ശംഖുപുഷ്പം കൊണ്ട് കണ്ണെഴുതുക
എന്താണ് കവി അതുകൊണ്ട് ഉദ്ദേശിച്ചത്? അതൊരു ചികിത്സയാണോ അതോ ആലങ്കാരികമായിട്ട് ശംഖുപുഷ്പം കൊണ്ട് കണ്ണെഴുതുമ്പോൾ എന്ന് പറഞ്ഞതാണോ? നമുക്ക് ആ ഒരു വരിയിലേക്ക് വരികയാണെങ്കിൽ ഒരു ഡോക്ടർ എന്നുള്ള ലെവലിൽ എനിക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കുക, ഈ നമുക്ക് വാർദ്ധക്യത്തിലേക്ക് വരുമ്പോൾ കണ്ണിൽ തിമിരം വരുന്നൊരവസ്ഥയുണ്ട്. കണ്ണിൽ കഫം വന്ന് മൂടിക്കൊണ്ട് കണ്ണിൻ്റെ കൃഷ്ണമണികളുടെ ഉള്ളിൽ പേള് ആയ പോലെ വെളുത്ത നിറത്തിൽ തിമിരം വരുന്ന അവസ്ഥയുണ്ട്. ഇത്തരക്കാരിൽ നമുക്ക് ഈ ശംഖുപുഷ്പം അതിൻ്റെ സ്വരസം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു തുള്ളി അല്ലെങ്കിൽ കണ്ണെഴുതുക, അല്ലെങ്കിൽ ഇതിന് കൺമഷി ഉണ്ടാക്കാം. നമുക്ക് ഇതുകൊണ്ട് കൺമഷി ഉണ്ടാക്കാം നമുക്കറിയാം. ഇത് ഉണക്കി ഇതിനെ പൊടിച്ച് നമ്മളതിനെ കൺമഷിയാക്കി മാറ്റിയാൽ അത് കണ്ണെഴുതുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നമുക്ക്, ഞാനിത് പ്രായോഗികത്തിൽ വരുത്തിയിട്ടില്ല, പക്ഷേ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പ്രത്യേക ശക്തിയാണ് ഏതിനെയും ഛേദിച്ച് കളയുക. നമുക്കറിയാം തിമിരത്തിനെ ഛേദിച്ച് കളയുകയാണ് ചെയ്യുക. തിമിരത്തിന് തീക്ഷ്ണമായിട്ടുള്ള അല്ലെങ്കിൽ എരിവുരസമുള്ള, ഇപ്പോൾ നമുക്ക് ആയുർവേദത്തിൽ പൊതുവെ എല്ലാവർക്കും പരിചയമുള്ളതാണ് ഈ ഇളനീർ കുഴമ്പ് എന്ന് പറയുന്നത് എരിച്ചിലുള്ള ഒരു മരുന്നാണ്. ഈ എരിച്ചിലുള്ള ഈ മരുന്ന് എന്താണ് ചെയ്യുന്നത്? സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ തിമിരം എന്ന് പറയുന്ന രോഗം ഇല്ലാതാകുന്നത് പോലെ തന്നെയാണ് ഈ ശംഖുപുഷ്പം കൊണ്ട് നമ്മൾ കൺമഷി ഉണ്ടാക്കാം. അല്ലെങ്കിൽ ശംഖുപുഷ്പത്തിൻ്റെ ഈ സ്വരസം തുള്ളി നീര് കണ്ണിലൊറ്റിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കണ്ണിലെ ഈ ഒരു പറയുന്ന തിമിരത്തെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ കവി അത്രമാത്രം ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ നമുക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു ഗുണം നമുക്ക് കിട്ടുമെന്നുള്ള ഉറപ്പാണ്. അപ്പോൾ കണ്ണിൽ നമുക്ക് വരുന്ന രോഗത്തിലേക്ക് നമുക്കിത് ഉപയോഗിക്കാം. ഇനി നമ്മൾ അടുത്തൊരു അവയവം മൂക്ക്, നമ്മുടെ മൂക്കിൻ്റെ മൂക്കിൽ എങ്ങനെയാണ് നമുക്ക് ശംഖുപുഷ്പത്തെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുക? ഈ ശംഖുപുഷ്പം നമുക്കറിയാം മൂക്കിൽ ദശ വളരുന്ന അസുഖമുള്ള ഒരുപാട് പേരുണ്ട്. എങ്ങനെയാണ് ദശ വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂക്കിലെ ഈ മ്യൂക്കൽ മെംബ്രെയിൻ ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ആവരണങ്ങളുണ്ട്. ഈ ആവരണങ്ങളിൽ നീർക്കെട്ട് വരുമ്പോഴാണ് മൂക്കിൽ ദശ പോലെ ഈ ഒരു ബലൂൺ പോലെ വീർത്തിരിക്കുക. ഇത് ഒരു പരിധിവരെ കഫം തലയിൽ ഒരുപാട് നിറയുന്നതുകൊണ്ടാണ്. ഈ ശംഖുപുഷ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഒത്തിരി തീക്ഷ്ണ സ്വഭാവമുള്ളൊരു ചെടിയാണ്. ഈ തീക്ഷ്ണ സ്വഭാവമുള്ള ഈ ശംഖുപുഷ്പം നമ്മൾ ഒറ്റിച്ച് അതിൻ്റെ സ്വരസം നീര് മൂക്കിലൊറ്റിക്കുകയാണ്. രണ്ടോ തുള്ളി മൂക്കിലൊറ്റിക്കുകയാണെങ്കിൽ തലയിൽ നിന്ന് ഒരുപാട് കഫം വരികയും ഈ സൈനസുകൾ അല്ലെങ്കിൽ സൈനസുകളിലെ കഫം മാറുന്നു, അല്ലെങ്കിൽ മൂക്കിൽ വീർത്തിരിക്കുന്ന ദശയെ മാറ്റാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ അവയവങ്ങളിലേക്കും വന്നു കഴിഞ്ഞാൽ ഈ ശംഖുപുഷ്പത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പ്രയോഗങ്ങൾ നമുക്ക് തൊണ്ടയിലേക്ക് വന്നാൽ തൊണ്ടയിൽ ടോൺസിലൈറ്റിസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഈ ശംഖുപുഷ്പത്തിൻ്റെ അരച്ചുകൊണ്ട്, അതിനൊരു രോപണ പ്രോപ്പർട്ടി ഉണ്ട്. നമ്മൾ അരച്ച് തൊണ്ടയിലൊക്കെ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഒരു രോപണ ശക്തി കൊണ്ട് നമുക്ക് കൃമിഹരം എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടിയും കൂടിയും നമുക്ക് ഈ ശംഖുപുഷ്പത്തിന് ആചാര്യന്മാർ കൊടുത്തിട്ടുണ്ട്. കൃമിഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുമാതിരി നമ്മുടെ വൈറസും ബാക്ടീരിയാസും എല്ലാം കൃമി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് പെടുന്നത്. അപ്പോൾ ഈ തൊണ്ടയിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ അരച്ച് നമ്മൾ പുരട്ടുകയാണെങ്കിൽ ഈ ഇൻഫെക്ഷൻ പെട്ടെന്ന് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. തുടർന്ന് ലങ്സിലേക്ക് വരികയാണെങ്കിൽ ഒത്തിരി പറയും ശ്വാസഗ്നം എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി, ശ്വാസമുട്ടലിനെ മാറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ കഫം നിറഞ്ഞിരിക്കുന്ന ലങ്സിലെ ഈ എന്ന് പറഞ്ഞു കഫത്തെ ഇല്ലാതാക്കുന്നൊരു പ്രോപ്പർട്ടി ദൈവം ശംഖുപുഷ്പത്തിന് കൊടുത്തിട്ടുണ്ട്. ഈ ശംഖുപുഷ്പം ഉപയോഗിച്ചുകൊണ്ട് മരുന്ന് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കഫത്തെ ലങ്സിലത്തെ കഫം എവിടെയാണ് രോഗമുള്ളെങ്കിൽ അവിടുത്തെ രോഗാവസ്ഥ നമ്മൾ ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ലങ്സിൽ കഫം നിറഞ്ഞിരിക്കുന്ന അവസരത്തിൽ നമുക്ക് ഈ ശംഖുപുഷ്പം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം തിളപ്പിച്ച് കുടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ കഫത്തെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഈ ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ പ്രധാനപ്പെട്ടത് കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള, ഒരിക്കലും അൾസറോ അസിഡിറ്റി ഉള്ളവർക്ക് ശംഖുപുഷ്പം നന്നാവില്ല. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ശംഖുപുഷ്പം എന്ന് പറയുന്നത് എരിച്ചിൽ സ്വഭാവമുള്ളൊരു ചെടിയാണ്. അപ്പോൾ ഈ എരിച്ചിലുള്ള സ്വഭാവമുള്ള ഒരാൾ വൈറൽ അസിഡിറ്റിയോ അൾസറോ ഉള്ളവർക്ക് അത് കഴിക്കാനായിട്ട് പാടുള്ളതല്ല. അതേസമയം വയറ്റിന്ന് പോകാൻ ബുദ്ധിമുട്ട്, ഇതിനൊരു സ്വഭാവം എന്ന് പറയും. സരത്തം എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ദൈവം ശംഖുപുഷ്പത്തിന്, അതായത് സരത്തം എന്ന് പറഞ്ഞാൽ അതിസാരം, സരം എന്ന് പറഞ്ഞാൽ അതിസരിച്ച് പോവുക, അത് വയറിളകി പോവുക. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് വയറ്റിൽ നിന്നും ശോധന കിട്ടാതിരിക്കുമ്പോൾ ഈ ശംഖുപുഷ്പം നമ്മൾ കഴിക്കുകയാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ മാറാനായിട്ട് സഹായിക്കുമെന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ദൈവം ഈ ശംഖുപുഷ്പത്തിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖകാന്തിക്ക് ഇത് വളരെ വിശേഷമാണ് എന്നുള്ളത്, ഒരുപാട് കാന്തിയെ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു ഗുണം ദൈവം കൊടുത്തിട്ടുണ്ട്. ഇത് ശംഖുപുഷ്പത്തിൻ്റെ പൂവും ഇലയും ഒക്കെ ഒരു ചേർത്ത് പേസ്റ്റാക്കി മുഖത്ത് പറ്റുന്നത് കാന്തിയെ പ്രദാനം ചെയ്യുന്നതാണ് എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രോപ്പർട്ടി ദൈവം ശംഖുപുഷ്പത്തിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗർഭാശയ രോഗങ്ങളിൽ ഗർഭാശയ ഈ സ്രാവം അല്ലെങ്കിൽ അമിത രക്തസ്രാവം ഉണ്ടാകുമ്പോൾ ശംഖുപുഷ്പം ശംഖുപുഷ്പം നമ്മളെപ്പോഴും ഉപയോഗിക്കാൻ നമുക്ക് പൂവും കായും തണ്ടും ഒക്കെ കൂടി അരച്ച് നമുക്ക് ഉപയോഗിക്കാനായിട്ടൊക്കെ സാധിക്കുക. ഇത് സമൂലമായിട്ട് നമ്മൾ ഗർഭാശയ രോഗങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അമിതമായ രക്തസ്രാവം മൂലമുണ്ടാകുന്ന രോഗങ്ങൾക്ക് നമുക്ക് വളരെയധികം റിസൾട്ട് തരുന്നതാണ്.
ഇതുപോലെ അനേകം ഗുണങ്ങൾ ദൈവം ശംഖുപുഷ്പത്തിന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പ്രയോഗങ്ങൾ എങ്ങനെ നമുക്ക് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്ന് നമുക്കിനി കാണാം. നമ്മളിപ്പോൾ ശംഖുപുഷ്പം വെച്ചുകൊണ്ട് ഒരു ഹെർബൽ ടീ അഥവാ ഒരു ബ്ലൂ ടീ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ഇത് വളരെയധികം ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളുള്ള, അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കുമെന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള ഔഷധ ഗുണങ്ങളുള്ള ഒരു ടീ ആണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം ഈ ശംഖുപുഷ്പത്തിൻ്റെ ഒരു വിലയൊക്കെ നമ്മൾ ആമസോണിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു കിലോഗ്രാമിന് 1500 രൂപയോളം വിലയുണ്ട്. നമുക്ക് പറമ്പുകളിലൊക്കെ നോക്കുമ്പോൾ ഒത്തിരി പൂവുകളാണ് വെറുതെ നിലത്ത് കിടക്കുന്നത്. അത്രമാത്രം വിലയുള്ള ഒരു ചെടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പല കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം. ഗസ്റ്റുകൾക്ക് ഒരു ഹെൽത്ത് ഡ്രിങ്കായിട്ട് വരുമ്പോൾ വെൽക്കം ഡ്രിങ്കായിട്ട് കൊടുക്കാം. നാച്ചുറൽ കളേഴ്സാണ്, നമ്മൾ ഒരിക്കലും ആർട്ടിഫിഷ്യൽ അല്ലാത്ത കളറുകളില്ലാതെ നമുക്ക് നാച്ചുറലായിട്ട് ഒരു നല്ലൊരു ബ്ലൂ കളറിലുള്ള ഒരു ഡ്രിങ്കാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഇതിന് വേണ്ടത് ഒരു ഗ്ലാസ് ഒരു ഹെർബൽ ടീ ഉണ്ടാക്കാനായിട്ട്, ഒരു ബ്ലൂ ടീ ഉണ്ടാക്കാനായിട്ട് ഒരു 3-4 പുഷ്പങ്ങളാണ്, ശംഖുപുഷ്പങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ട് വരിക. നമുക്കതിലേക്ക് ആവശ്യമായിട്ട് വരുന്ന ആദ്യം ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിക്കാം. എന്നിട്ട് ഈ വെള്ളം ഈ പാനിലേക്ക് ഒഴിച്ചുകൊണ്ട് ഒരു 3-4 ശംഖുപുഷ്പത്തിൻ്റെ ഈ ഇതളുകൾ അതിൽ ഇട്ടിട്ട് നമ്മൾ തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും നല്ല നിറമുള്ള ബ്ലൂ കളറിലുള്ള ഒരു ടീ നമുക്ക് ലഭ്യമാവുന്നതാണ്. നമുക്കിപ്പോൾ ഇതൊരു ഏകദേശം ഒരു 3 മിനിറ്റോളമാണ് തിളപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ തിളച്ച വെള്ളത്തിൽ ഈ പുഷ്പങ്ങൾ ഇട്ട് വെച്ചുകൊണ്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ ഉപയോഗിച്ചാലും നമുക്ക് ഈ ഒരു ഔഷധ ഗുണം നമുക്കിതിലേക്ക് കിട്ടുന്നതാണ്. നമുക്കിപ്പോൾ ഏതാണ്ട് ഇതിൻ്റെ ഒരു കളറ് ഇതിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഗ്ലാസ്സിലേക്ക് മാറ്റാം. നല്ലൊരു ബ്ലൂ ടീ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്കിതിൽ വേണമെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ നീരും കുറച്ച് തേനോ ഒക്കെ ചേർത്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് നല്ലൊരു സിറപ്പ് ബേസിലൊക്കെ ആക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഗസ്റ്റുകൾ വരുമ്പോൾ ഫ്രിഡ്ജിൽ ഒക്കെ എടുത്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അവർക്ക് കൊടുക്കാം. നല്ലൊരു ഹെർബൽ ഡ്രിങ്ക്, അല്ലെങ്കിൽ ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന, അല്ലെങ്കിൽ ബുദ്ധിശക്തിയെ ഉണർത്തുന്ന നമുക്കൊരു ഹെർബൽ ഡ്രിങ്ക് നമുക്ക് ആയിട്ട് അതിനെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമുക്ക് കുടിക്കുമ്പോൾ തന്നെ, ഇപ്പോൾ ചൂടാണ്, പക്ഷേ സാധാരണ യൂഷ്വലി ഇത് കുടിക്കുമ്പോൾ വളരെയധികം കുടിക്കുമ്പോൾ തന്നെ വലിയൊരു ശരീരത്തിന് എന്തോ ഒരു പ്രത്യേക ഒരു സുഖം നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് നമുക്ക് ഇത് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ചെടി നമ്മുടെ ഭവനത്തിലുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹെർബൽ ടീ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ശംഖുപുഷ്പത്തിൻ്റെ വിവിധ പ്രയോഗങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നേരത്തെ ബ്ലൂ ടീയെ കുറിച്ച് നമ്മൾ കണ്ടു. ഇപ്പം ഞാൻ പറയുന്നത് ശംഖുപുഷ്പം എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ കുട്ടികൾക്ക് ബുദ്ധിശക്തി ഉണ്ടാകുവാൻ, അല്ലെങ്കിൽ വാർദ്ധക്യവുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അവരുടെ ഓർമ്മശക്തി തിരിച്ചു കിട്ടുവാനായിട്ട് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ശംഖുപുഷ്പത്തിൻ്റെ ഉണങ്ങിയ ഒരു ഭാഗങ്ങളാണ്. നമുക്ക് ശംഖുപുഷ്പം നമ്മൾ ഉപയോഗിക്കുന്നത് സമൂലമാണ്, അതായത് അതിൻ്റെ ചെടി, തണ്ട്, കായ, വേര് ഒക്കെ ഉൾപ്പെടെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ചെടി, ഔഷധ ചെടിയാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ ചിലവർക്കെങ്കിലും ചിലപ്പോൾ തോന്നാം, ഞങ്ങൾ ഫ്ലാറ്റിലാണ് ജീവിക്കുന്നത്, ഞങ്ങൾക്ക് ശംഖുപുഷ്പം ഞങ്ങൾക്ക് അവൈലബിൾ അല്ല, ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള എല്ലാ അങ്ങാടിമരുന്ന് കടയിലും വളരെ സുലഭമായിട്ട് കിട്ടുന്നൊരു ചെടിയാണ് ശംഖുപുഷ്പം. ഇത് ഈ ഒരു ഫോമിലായിരിക്കും നമുക്ക് കിട്ടുക. ശംഖുപുഷ്പത്തിൻ്റെ തണ്ടും ഇലയൊക്കെ കൂടിയൊരു ഭാഗമാണിത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഓർമ്മശക്തി കിട്ടുവാനോ, അല്ലെങ്കിൽ വാർദ്ധക്യത്തിൽ അൽഷിമേഴ്സ് പോലെയുള്ള വാർദ്ധക്യ സഹജമായ ഓർമ്മക്കുറവുകളിൽ ഓർമ്മശക്തി കിട്ടുവാനായിട്ട് നമുക്ക് എങ്ങനെ വീട്ടിലൊരു പൊടിക്കൈ പോലെ ചെയ്യാമെന്നുള്ളതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഒരു പിടിയോളം ഈ ശംഖുപുഷ്പത്തിൻ്റെ ഈ ഒരു ഭാഗങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ ഈ പാനിലിടുക. ഏതാണ്ട് ഒരു 20 ഗ്ലാസ് വെള്ളം നമ്മളിതിൽ ഒഴിക്കുക. ഗ്ലാസോളം വെച്ച് നമ്മളിതിനെ 1 ഗ്ലാസ്സായിട്ട് വറ്റിക്കണം. 20 ഗ്ലാസ്സിൽ നിന്നും 1 ഗ്ലാസ്സായിട്ട് റെഡ്യൂസ് ചെയ്യണം. ഇതിൽ 1/2 ഗ്ലാസ് കാലത്തും 1/2 ഗ്ലാസ് വീതം വൈകിട്ടുമാണ് നമ്മൾ കഴിക്കേണ്ടത്.
ഇത്തരത്തിൽ കഴിക്കുമ്പോഴാണ് നമ്മൾ പറഞ്ഞ ശംഖുപുഷ്പത്തിൻ്റെ ബ്രെയിൻ ലെവലിലുള്ള വലിയൊരു ആക്ഷനൊക്കെ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇത് നമുക്ക് ആരെങ്കിലും കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാറാനൊക്കെ ആയിട്ട് നമുക്ക് ഉപകരിക്കും. അപ്പോൾ ഇതാണ് നമ്മളിനി ഗ്യാസ് ഓണാക്കിക്കൊണ്ട് നമ്മൾ 20 ഗ്ലാസ് നമ്മൾ വെള്ളമൊഴിച്ച് നമ്മളതിനെ ഒരു ഗ്ലാസ്സായിട്ട് നമ്മൾ വറ്റിക്കണം. എന്നിട്ട് അര ഗ്ലാസ് വീതം കഴിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏതാണ്ട് ഒരു ഗ്ലാസ്സായിട്ട് വറ്റിയെന്ന് തോന്നുന്നു. നമുക്കിത് ഗ്ലാസ്സിലേക്ക് പകർത്തി നോക്കാം. നമ്മൾ ഈ ഒരു മരുന്നാണ് കുട്ടികൾക്ക് ബുദ്ധിശക്തി ഉണ്ടാകുവാനും അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ ഉള്ളവർക്ക് ഓർമ്മശക്തി ഉണ്ടാകുവാനൊക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇത് ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിലൊരു അര ഗ്ലാസ് കാലത്തും അര ഗ്ലാസ് വൈകിട്ടുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതാണ് നമ്മൾ പറഞ്ഞ നമ്മുടെ വീട്ടിൽ നമുക്ക് ഉപയോഗിക്കാൻ, നമുക്ക് നേരത്തെ പറഞ്ഞ ഹെർബൽ ടീ വേറൊരു ആൻറ്റി ഓക്സിഡൻറ്റ് ലെവലിൽ ഒക്കെ നമുക്ക്, അല്ലെങ്കിൽ മുഖകാന്തിക്കൊക്കെ നല്ലതായിട്ട് വരുമ്പോൾ ഇത് നമ്മുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ലഭിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു കഷായത്തിൻ്റെ ചെറിയൊരു ഫോം എന്ന് പറയുന്നത്. നീ തന്ന പൂവും തളിരിലയും തെളിനീരും ഇളം കാറ്റും ഞാൻ തന്നെയാണെന്നറിയുമ്പോൾ ഒരു മാത്ര കൂടി നിന്നിൽ അലിയുന്നു ഞാൻ.